എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസത്തിലെ പാരായണത്തിലെ ഇന്ന് 4-ാമത്തെ ദിവസമാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദിരമിതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ചാരിക പൈതൃതാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പടഞ്ഞു തുടങ്ങിനാൾ. സീതാ സ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണം അരുൾ ചെയ്താൻ, ബാലകന്മാരെ പോകമിതിലാ പുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൂക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൂക്കും. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചതെന്ന് കേട്ട നേരം മനസ്സ് നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും വൃഷ്ടിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം കൊണ്ടുനിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചേടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്ന് കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണാതായതിപ്പോൾ. വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ഭശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണനവൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോന്നേടിനേനത് കാലം. കാടകം പൂക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പൊക്കുയാക മാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജ സ്പൃഷ്ടികൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ശാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്, നീയത് കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ട് സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സത്കാരയോഗ്യവന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ജാപം എന്നത് കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനേരം. ജനകനും കൗശികനോട് ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി,
വില്ലിത് കുലച്ചുടൻ വലിച്ചു കീറി മുറിച്ചീടിൽ വല്ലഭനവൻ അവനന്ദനയ്ക്കുന്ന ദൂരം എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവൂതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുവെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചത് മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ചാപ വാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരോടും കൂടി മൃത്യുശ്വാസന ചാപവും എടുത്തുകൊണ്ടുവന്ന കണ്ടാ സഹസ്രമണി വിസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിത് മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചീടിനാൻ. വില്ലെടുക്കാമോ ഉലച്ചിടാമോ വലിക്കാമോ ചൊല്ലുന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസം പൂണ്ട് രാഘവൻ അത് കേട്ട് മന്ദം മന്ദം പോയി ചെന്ന് നിന്ന് കണ്ടിത് ചാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചുവില്ലു ഉടൻ മുറിച്ചു ചിരശ്രമം നിന്നരുളിയ നേരം വീരേഴു ലോകങ്ങളും ഒന്ന് മാറ്റൊലി കൊണ്ട് വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവനെ സ്തുതിക്കുകയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ട് കൗതുകം പൂണ്ടാർ ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസതികാടാശ്ലേഷവും ചെയ്താനല്ലോ. ഇടവെട്ടിയിടും വണ്ണം മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി ഉരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൻ കൗതുകമുണ്ടായി വന്നു ചേതസ്യ കൗശികനും. മൈഥിലി തന്നെ പരിചാരകന്മാരും മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണ്ണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണ്ണമാലയും ധരിച്ചാതരാൽ ജനേത്രൻ മുമ്പിൽ സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ. പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിയിടിനാൾ. മാലയും ധരിച്ച് നീലോൽപല കാന്തി തീടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലകൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴുകയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ ജനകനും വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും ഇതിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയച്ചത് വിശ്രമത്തോട് നടകൊണ്ടിത് ദൂതന്മാരും. പുരിപുക്കു ഭൂപാലൻ തന്നെ കണ്ട് ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പന്തിസ്യന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതിദാനം പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയായോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു. ശതാനന്ദൻ തന്നോടുകൂടെ ചെന്ന് വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചത് യഥായോഗ്യം. ഉർവീന്ദ്രൻ താനും ലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും
തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാം ഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാം ഭോജം വശസ്സി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തു നൃപൻ ജനകൻ ദശരഥൻ തന്നുടെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തിത് മധുരമായി 4 കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട വസിഷ്ഠൻ ദാനം ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 പേർക്കും യഥാക്രമം ചിത്രമായിരിപ്പൂരു മണ്ഡപം അതും തീർത്തു മുത്തുമാലകൾ പുഷ്പങ്ങൾ തൂക്കിനാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്തിയാരെ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം പേരിതുന്തുവിമുഖ്യവാദ്യാഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹി രാമന് നൽകിയിടിനാ ജനകമഹേന്ദ്രനും തൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടൻ പുളകാംഗത്തോടെ നിന്ന് ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഉപദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണൻ കുമാരനും കാമ്യാംഗിമാരും ശത്രു ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായി എഴുതപ്പോൾ ഏകദാ സീതാമതി കാണായ കന്യാരത്നം ജാതയായ ഒരു ദിവ്യകന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേൻ അതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദൻ എഴുന്നള്ളി ഒരു ദിനം എന്നോട് മഹാമുനിതാൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾക്ക നീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്ന് ധരിപ്പിച്ചത് രാമനായി മായാമർത്തിവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇരുകാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായത് തപവിസ്മരിതൽ കാരണ സാദരം ശ്രീരാമന് കൊടുക്കമടിയാതെ യുദ്ധം നാരദനരുളി ചെയ്തു മറഞ്ഞത് പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു താനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ ഒടുക്കാവൂ ചേതസ്സി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോഴൊന്നു മാനസേ തോന്നി പന്നക വിഭൂഷണൻ തൻ അനുഗ്രഹ ശക്തിയ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതും അൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്ന് പൃഥ്വീപാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം മുതലെ കളഞ്ഞുടൻ ബുദ്ധിയും അങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേ ഭാഗ്യവശാൽ ദർപ്പകസമനായ ശിൽപുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും അദ്യമേ സഫലമായി വന്നു മനുഷ്യജന്മം ഖദ്യോദായുധ സഹസ്രോദ്യോതരൂപത്തോടും ഖദ്യോദാൻവേ പിറന്നൊരു നിന്തിരുവഴി വിദുൽ സംയുതമായ ജീമൂതൻ എന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം
ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജരണാഗ്രേ സന്തതം മമ. ഭക്തി സംഭവിക്കണം, ഭക്തിയും മുക്തിയും ലഭിക്കണം. ത്വൽപാദാംബുജ ലളിതാംബു ബിന്ദുക്കൾ ധരി ശുൽപ്പലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ട് സർപ്പഭൂഷൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ട് സ്വൽപുമാൻ മഹാബലി സിദ്ധിച്ചാന ഇന്ദ്രപദം. ത്വൽപാദാംബുര പുരജ സ്പൃഷ്ടികൊണ്ടഹല്യേങ്കിൽ വിഷത്തോട് വേർപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്ന് മോക്ഷത്തെയും ലഭിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കയായി വരേണമേ. പാദപങ്കജദ്വയം വിധമോരോന്നെന്നെ ചൊല്ലി സുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികിളർന്നൂറും 10,000 തീരും തുരകങ്ങളെയും നൽകിയിടിനാൾ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൾ ജനകനും. പ്രീതി കൈ കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരെല്ലാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൾ. സമ്മാനിച്ചിതു സുമന്ത്രാദിമന്ത്രികളെയും സമോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൂരു ജനക നൃപേന്ദ്രനും തന്മകളായ സീതാ തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രയായ പുത്രിക്കു പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജ ധർമ്മദാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദം ഗാനക പെരീദൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തീടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളക്കിടക്കയിൽ ശൃംഗാരസപരിപൂർണ ശ്രേഷങ്ങളോടും ആനദീർഘുതിരകളായ പടയോടും മാനന്ദത്തോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യമാതാദികളോടും വേഗമോടയോധ്യയ്ക്കാമറങ്ങ് തിരിച്ചപ്പോ ആകാശമേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകുറ്റക്കുടത വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ട് ദുർനിമിത്തങ്ങളെല്ലാം ഭാർഗവ ഗർഭ ശമനം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകയെന്നാൽ. മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീടേവം അഭയമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിശ്രുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ പാടവാനലസമൻ ക്രുത്തനായി പരശുബാണാസനങ്ങളും കൊണ്ട് പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസത്വാനധ്വാസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കിട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു കീർത്തിച്ചാൻ പലതരം.
കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധി മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നി പുത്രമാം പരിത്രാഹി രേണുകാത്മജ വിഭു പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളി ശാസ്ത്രയാ പിതൃഗണതർപ്പം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ കാൽ തളിരിണ തവ ശരണം മമ വിഭോ ഇത്തരം ദശരഥൻ ചൊന്നതാതറിയാതെ ബദ്ധരോഷീ നവഹിനി ജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാഹ്നാർക്കമണ്ഡലം പോലെ ദീപ്യാ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൽ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനിത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ല രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടോ കേൾ നീയല്ലോ ബലാൽ ശൈവ ചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടോ ഒരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നത് കണ്ടില്ല സന്ദേഹം എനിക്കിതെന്ന് ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നറിഞ്ഞതിലേ ശത്രുതം നമ്മിൽ പൂണ്ടുകൊണ്ടേയുണ്ടെന്നോർക്ക് നീ രേണുകാത്മജ നേവം പറഞ്ഞോരനന്തരം ചോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു നിൽക്കും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞിരു എന്തോന്നു വരുന്നിരുന്നോർത്തു ദൈവാദികളും ചിന്ത പൂണ്ടുഴന്നിത് താപസ്വരന്മാരും പണ്ഡിസ്യന്തനൻ ഭീതി കൊണ്ട് വേപത് പൂണ്ട് സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും മുക്തഭാവവും പൂണ്ട് രാമനാ കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തെന്നുള്ളത് തപോനിധി സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണ ബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഭവിക്കുകയും ചെയ്തേൻ ശാസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവിടിയുടെ ചിന്തിതമത് മൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീട അല്ലെങ്കിൽ തിരുവുള്ള കീഴുമുണ്ടാവേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാവതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദമിന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു വന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേ ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞു ഒരു തേജസ്സാ കാണായി വന്നു കുലച്ചു ബാണമേഘമെടുത്തു തൊഴുത്താശു വലിച്ചു നിറച്ചുടൻ നിന്ന് ദുചിത ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധി മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമാലക്ഷ്യം കാട്ടിത്തന്നെ ഇടവേണം
ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനു ആരൂഢാനന്ദം അതിന് ഉത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹു ജാനകീപതി ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമണാരമ രഘുപതി ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധി ശ്രീരാമ സൃഷ്ടിസ്ഥിതി ശ്രീരാമ രാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചനാകാരുണ്യവാരാനിധി ചക്രതീർത്ഥം തിങ്കൽ ചെന്നെത്രയും ബാല്യവാലെ ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീരീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൾ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാദി സിദ്ധിച്ചു ദേവസേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നത് മറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതേ. കൊല്ലണം മൃദുഹന്താവാകിയ ഹേഹയനെ ചൊല്ലഴും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിന് തിന്നവ നേറുമല്ലോ. ക്ഷത്രിയവംശമിരൂപത്തൊന്ന് പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപന് ദാനം ചെയ്യുക. പൃഥ്വീമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായതപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രൈതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം നമ്മിലെന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിൽ ആക്കേടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനി എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തത് ഞാനും നാഥ തന്തിരുവടി തന്നെ വന്നവതരിച്ചതൊരു പണ്ഡിസ്യന്തനസുതനല്ലോ നീ ജഗൽപതി. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിത് ശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ള ഒരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിത് മമ ജന്മം മുന്നം ചെയ്തൊരു താമസാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് നേരം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അജ്ഞാനോദ്ഭവങ്ങളെല്ലാം ജന്മാതിഷഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൻ. വഹിനിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാ സംവൃതം ലോകമാർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവതത്വം സത്സംഗം കൊണ്ട് ലഭിച്ചിടീന ഭക്തിയോടും. ത്വത്സേവാരതന്മാരാം മനുഷ്യർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാര പരാവാരം തന്മറുകരയേറിയിടും നെതുകാലം കൊണ്ടേ തൊൽജ്ഞാനപരന്മാരാം
മാനുഷജനങ്ങൾക്ക് ഉള്ള ജ്ഞാനം നീക്കൂരു സദ്ഗുരു ലഭിച്ചിടും. സദ്ഗുരു വരങ്കൽ നിന്നമ്പോട് വാക്യജ്ഞാന ഉൾക്കാമ്പിലുദിച്ചിടും പ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർവെട്ടു ഭവച്ചിന്മയ പദത്തിങ്കൽ ആഹന്തലയിച്ചിടും. ത്വത്ഭക്തി വിനീവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലല്ലോ. വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വദ്ഭൂതം മമ സിദ്ധിക്കണം. ആകയാൽ ത്വത്പാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംബദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഹപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തി നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ. ചിന്തയാ ഭവചരണാംബുജം നമോസ്തുതേ. സ്വർഗതിയായിട്ടെന്നാസഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നത് കേട്ട് തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ. സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തൊന്ന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ട് ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോട് അരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമകാരുണ്യാംബുധേ ഈ സ്ത്രോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം വിശേഷിച്ചും. മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപദാംബുജസ്മൃതിത്തെ സംഭവപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്ന് രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ട് രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കൂപ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രജാലം പൂക്കിയിടിനാൾ. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവും അകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പൗടാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന യോധയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കൃതിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യന്മാരോടും കൂടി സ്വൈരമായി രമിച്ചീടു വാണിയിടിനെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോട് വൈകുണ്ഠൻ വാഴുന്നത് പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മനുഷ്യവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ട് വസിച്ചിടിനാൻ അനുദിനം. കേകയ നരാധിപനാകിയ യുധാജിത്തും തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊല്ലുവാൻ ദൂതനയച്ചതുകൊണ്ട് കണ്ടോരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടുകൂടി നടന്നേടിനാരവർകളും. മാതുലൻ തന്നെ കണ്ട ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരത് കാലം. മൈഥിലിയോടും നിജ നന്ദനോടും ചേർന്ന് കൗസല്യാദേവിദാനം പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ. പാകശാസനമരാലെ വാഴും പോലെ
നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകമാനന്ദാർത്ഥം മനുഷ്യാകൃതി കൊണ്ട് തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണേന യോധ്യാപുരി തന്നിലെന്നേ. അധ്യാത്മരാമായേണ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. ബാലകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമഹൃതിരമതമാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നമഃ.